അഹവാ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സക്ലൻ കാറ്റ്കസിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സക്ലൻ കാറ്റ്കസിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആട്ടോ നമുക്ക് ലഭിച്ചത്. പാലക്കാടുള്ള നമ്മുടെ ഒരു കസ്റ്റമർ ആൻറ്റി ഒരുപാട് സക്ലൻ കാറ്റ്കസ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു കേട്ടോ. പക്ഷേ ആൻറ്റിയുടെ പേര് എടുത്ത് പറയണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി കുറച്ച് നമ്പേഴ്സ് കൂടുതലാണ് എടുത്തത്. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ ഒരുപാട് ഫേവറേറ്റ് കസ്റ്റമേഴ്സ്, നമ്മുടെ ഒത്തിരി സപ്പോർട്ട് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമാണ്. ഗ്രീൻ, യെല്ലോ ആൻഡ് പിങ്ക് ബോർഡർ ആട്ടോ വരുന്നത്. എന്ത് രസമാണ് അതിൻ്റെ ആ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെയുള്ള പെറ്റൽ പോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള സക്ലൻ്റ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, വളരെ ഈസി ടു കെയർ ആട്ടോ നമ്മുടെ ഈ സക്ലൻ്റ് കാറ്റ്കസ്. ആരും അയ്യോ ഞങ്ങൾ ഒരുപാട് മേടിച്ച് ഞങ്ങളുടെ ഇന്ന് പോയി ഇതൊന്നും പിടിക്കത്തില്ലല്ലോ ചുമ്മാ നിങ്ങൾ പറയുന്ന ഒരിക്കലുമല്ല. വളരെ എളുപ്പമാണ് സക്ലൻ്റ് കാറ്റ്കസ് നോക്കാനായിട്ട്. നമുക്ക് അതായത് നന്നായിട്ട് വെള്ളം പോകുന്ന പോട്ടി മിക്സ് ആയാൽ മതി. വെള്ളം കെട്ടിക്കിടക്കരുത്. ചകിരിച്ചോറ് ഉപയോഗിക്കാതിരിക്കുവാണ് നല്ലത്. പിന്നെ വെള്ളം കുറച്ച് നാൾ ഒഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവും പറ്റാത്തൊരു പ്ലാന്റാണിത്. പല നിറത്തിൽ കിട്ടും. ഇപ്പം ഞാൻ കാണിച്ച 3 കളറല്ലേ. ഇത് കണ്ടൊരു ഗ്രീനും യെല്ലോയും ഷെയ്ഡ് വരുന്നത്. പാച്ചസ് കണ്ടോ, അതിൻ്റെ എന്ത് രസമാണ് ഇത് കാണാനായിട്ട്. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഫേവറേറ്റ് പ്ലാന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയും ഈ സക്കുലൻറ്റും കാറ്റ്കസുമാണ്. കാരണം എന്നെ ഈ സക്കുലൻറ്റും കാറ്റ്കസും ഇഷ്ടപ്പെടാനായിട്ട് ഒരു ഇടയായ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണ്. സത്യത്തിൽ എനിക്ക് ഈ സാധനത്തിനോട് വലിയ താല്പര്യമൊന്നും ആദ്യമേ ഉണ്ടായിരുന്നില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റ്കസിൻ്റെ മുള്ള എൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അന്നേരം എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഹസ്ബൻഡായിരുന്നു കേട്ടോ. പക്ഷേ സക്കുലൻ്റ് എനിക്ക് ഓൾറെഡി കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. കാരണം പല കളറല്ലേ കാണാനായിട്ട്. ഞാൻ ആദ്യമേ മേടിച്ച് നമ്മുടെ വീട്ടിലോട്ട് ആവശ്യത്തിനായിട്ട് മേടിച്ചപ്പം എനിക്ക് ആദ്യം ഇത്രയും എളുപ്പമാണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എത്ര മേടിച്ചാലും നമ്മുടെ പൈസ ലോസ് ആവാത്ത ഒരു പ്ലാന്റാണ് സക്ലൻ്റ് കാറ്റ്കസും. പക്ഷേ ലോസ് ആവും കേട്ടോ. എപ്പോഴാണെന്നറിയോ, നമ്മൾ അധികം വെള്ളം ഒഴിച്ചാൽ മേടിക്കുന്ന പൈസ മൊത്തം പോകും. എല്ലാം നമ്മൾ പറയണമല്ലോ. പറയുമ്പം എല്ലാത്തിൻ്റെയും നല്ല വശം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ കാണിക്കുന്ന ഓരോന്നും നമ്മുടെ സെയിലിനുള്ള സക്ലൻ്റുകളാട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു പിങ്കും റെഡും മിക്സ് ആയ ഒരു കളർ. ശരിക്കും താമര വിരിഞ്ഞ പോലെയല്ലേ നോക്കി. നല്ല ഭംഗിയുള്ള എച്ചുവേറികളാണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സക്കുലൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റ്കസും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരും. ഇതൊരു കാറ്റ്കസാണ്. ഇത് ഫുൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒത്തിരി പൈസയാകും. ഇതിൻ്റെ ഒരു ബൾബ് മാത്രം അല്ലെങ്കിൽ ഒരു പീസ് മാത്രം നമ്മളിങ്ങനെ നിങ്ങൾക്ക് തരും. അതിന് ഞാൻ കാണിക്കാട്ടോ, പ്ലാന്റ് സൈസ് കാണിക്കുമേ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഈ കാണിക്കുന്ന സൈസ് തന്നെ ആയിരിക്കും തരുന്നത്. പക്ഷേ ഈ പ്ലാന്റ് മാത്രം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ചെറിയ തൈകൾ തരണേന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുപോലത്തെ ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കൃത്യമായ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് കാണിച്ചു തന്നിട്ട് തന്നെയാട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു പീസായിരിക്കും, ഇതുപോലത്തെ ഓരോ പീസായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ ആ ഒരു പീസ് വെച്ചാൽ അത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഒരു ചട്ടി ഒരു പോട്ട് നിറയെ ആവണേന്ന് കണ്ടോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് വേറൊരു കാറ്റ്കസാണ്. ഓരോന്നിൻ്റെയും ഡിഫറൻസ്, ഓരോന്നിൻ്റെയും ഒരു അറേഞ്ച്മെൻറ്റ് ഡിഫറൻസ് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് കണ്ടോ, ഇത് ലവിൻ്റെ ഷേപ്പിലുള്ള ഒരാളാണ്. നമുക്കിതിനകത്ത് പേരൊക്കെ എഴുതാൻ പറ്റും. നമ്മുടെ ഇപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ്, അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്, വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇവനെ പറ്റിയല്ലേ, ഒരു ത്രെഡ്, ഇതിനകത്ത് ഓൾറെഡി ഒരു ത്രെഡ് അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയത്തില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആണി അടിച്ചിട്ട് നൂല് കൊണ്ട് നമ്മൾ ആർട്ട് ചെയ്യത്തില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ സ്പൈക്സിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്. എന്ത് രസമാണെന്ന് നോക്കി കാണാനായിട്ട്. കാരണം ഒന്നൊന്നിനോട് ചേർന്ന് നൂല് വെച്ച് കെട്ടിയേക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ തരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ബൾബ് അങ്ങനെ, അത് ബൾബ് എന്ന് പറഞ്ഞാൽ ആ ഒരു തൈ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ നഴ്സറിയിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കൊള്ളാം, ഇതെനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പം തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഞാൻ സൂം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ്. നല്ല ഭംഗിയാണ്. ഈ ഓരോ സക്കുലൻറ്റും കാറ്റ്കസിനും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് വരെ ഉണ്ട് ഇതിന്. ഇത് കണ്ടോ, ഇത് വേറൊരു ടൈപ്പ്. നല്ല രസമല്ലേ നോക്കി. പുറത്തോട്ട് നമ്മുടെ സീതപ്പഴം പോലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഇത് കണ്ടോ, നമ്മുടെ മരുഭൂമിയിൽ നിൽക്കുന്ന കള്ളുമുള്ളി ചെടി പോലെ തന്നെ ഇരിക്കുന്നു. ഒത്തിരി ആയിട്ട് ഇങ്ങനെ ബഞ്ചസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും.
ഇതൊക്കെ നമുക്ക് ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. വൈറ്റ് പോട്ടൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ നല്ലത്. നമുക്കെല്ലാം നമ്മുടെ നഴ്സറിയിൽ വൈറ്റ് പോട്ടിൽ വെക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ 1-2 നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വൈറ്റ് പോട്ടൊക്കെ നഴ്സറിയിൽ നമുക്ക് എപ്പോഴും തുടച്ച് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാട്ടോ ഞങ്ങൾ ബ്ലാക്കിൽ വെച്ചേക്കുന്നത്. അതുപോലെ നമുക്ക് അയക്കാനുള്ളത് കൂടിയല്ലേ, അതുകൊണ്ടാട്ടോ ഞങ്ങൾ ബ്ലാക്കിൽ വെച്ചേക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് വൈറ്റ് പോട്ട് എന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാമോ, നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ ഞാൻ നിങ്ങളോട് വൈറ്റ് പോട്ട് വെച്ചാൽ ഭയങ്കര ഭംഗിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നില്ല എത്ര ഭംഗിയായിരുന്നത് കാണാൻ. അതുപോലെ തന്നെയാണ് ഓരോ പ്ലാന്റിനും സെറ്റാവും, നല്ല സ്യൂട്ടാവുന്ന ഓരോ പോട്ടുകളുണ്ട്. അതിൻ്റെ തന്നെ സെറാമിക് പോട്ടാണെങ്കിൽ കിട്ടുമായിരിക്കും കേട്ടോ കാണാൻ. ഇത് എയർ പ്ലാന്റ് ആണ്. മണ്ണും വേണ്ട, പോട്ടും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ നോക്കിയാൽ വെറുതെ ഒരു കമ്പയർ ഞാൻ തൂക്കിയിട്ടാണ്. പുതിയ വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, വീടിൻ്റെ പണി തുടങ്ങിയ ആൾക്കാരൊക്കെ കർട്ടനാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ. ഇതിൻ്റെ ഒരെണ്ണം മേടിക്കുക, പിരിച്ച് തൂക്കിയിടുക, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും വേണ്ട. ഇടയ്ക്ക് മാത്രം മാസത്തിലൊരു വട്ടം നമ്മുടെ 19 വളരെ മൈന്യൂട്ടായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മരുന്നുണ്ടല്ലോ, നമ്മുടെ ഇൻസ്റ്റാ ഗ്രോത്ത് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. പെട്ടെന്ന് വളർന്നോളൂ കേട്ടോ. നൂല് ശരിക്കും പറഞ്ഞാൽ കുറേ നൂല്, അല്ലെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ കിടക്കുന്ന പോലെ കിടക്കും. ഞാൻ നിങ്ങളെ ഇത് ഇട്ട് കാണിക്കണത് എന്തിനാണെന്നറിയാമോ, നമ്മുടെ കിച്ചണിലൊക്കെ നമ്മുടെ ഒരു കസ്റ്റമർ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നേ, കിച്ചണിൽ നമുക്ക് കർട്ടനായിട്ട് ഇങ്ങനെ തൂക്കി ഇടുവാണെങ്കിൽ ഒരു നാച്ചുറലായിട്ട് നമ്മുടെ കിച്ചണിൻ്റെ ഉള്ളിൽ തോന്നും. ഭയങ്കര നാച്ചുറാലിറ്റിയാണ് തോന്നുന്നത്. ഇത് കണ്ടോ, ഞാൻ നിങ്ങൾ ഇട്ട് കാണിക്കുന്നത് എന്നാ വെച്ചാൽ അടിക്കടി കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്, എന്ത് രസമാണ്. ഞാനിപ്പോൾ ഇട്ടാണ് കയറി ഇറങ്ങിയാട്ടോ ഇരിക്കുന്നത്. ഞാൻ ഒരുമിച്ച് ഇടാൻ നോക്കിയപ്പോൾ ക്യാമറ പിടിക്കലും ഇത് അങ്ങനെ ചെയ്യലും കൂടെ പറ്റുന്നില്ല എനിക്ക്. ഇത് കണ്ടോ എൻ്റെ സൈസാട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ തൂങ്ങി കിടക്കും, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എയർ പ്ലാന്റ് ആട്ടോ, ഇങ്ങനെ എയറി തൂങ്ങി കിടക്കും. എയറിൽ നിന്ന് വേണ്ടതെല്ലാം വലിക്കും, ഇടയ്ക്ക് മാത്രം വെള്ളം അടിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ടാണ് അതിന് എയർ പ്ലാന്റിന് പേര് വരാൻ കാരണം. ഇത് കണ്ടോ, നല്ലൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചറാണ്. കുഞ്ഞുങ്ങളായിട്ടുണ്ടാവും, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതെല്ലാം ഇച്ചിരൂടെ നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് പെബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേക ഒരു ഭംഗിയാണ്. നമുക്ക് അങ്ങനെ എല്ലാത്തിൻ്റെ അകത്തും ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി കാരണമായിട്ടോ നമ്മളങ്ങനെ വെച്ച് കൊടുക്കാത്തത്. ഇത് കണ്ടോ, ഇതറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. സെനസിയോ പ്ലാന്റും ഉണ്ട് ഇതിൻ്റെ. ഇതിപ്പോൾ ഞങ്ങളുടെ നഴ്സറിയിൽ വെച്ചേക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് അതാട്ടോ. പക്ഷേ അതിൻ്റെ സൈസ് ഇത് തന്നെയായിരിക്കും. സെനസിയോ പ്ലാന്റ് നിങ്ങൾക്കറിയാം, അന്നത്തെ വീഡിയോയിൽ സെയിം പ്ലാന്റ് ഉണ്ട്, ഇന്നത്തെ വീഡിയോയിൽ സെയിം പ്ലാന്റ് ഉണ്ട്. നശിച്ചു പോകുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ അത് പോയോ ഇല്ലയോ എന്ന്. ഇതൊക്കെ അത് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഈ ഒരു പീസ് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ആ മങ്കിട്ടയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഓർണായിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ അതിൻ്റെ വേറെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ പ്ലാന്റുകളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഇത് വളർന്നാൽ എങ്ങനെ ഇരിക്കുന്നു കാണിക്കാനാട്ടോ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതൊക്കെ കണ്ട് ഇഷ്ടം പോലെ തൈകളുണ്ടാവും. കാരണം നമുക്ക് വലിയ പ്രത്യേകിച്ച് ഒരു ഭാരമില്ല ഇതിനെ നോക്കാം. ഇത് കണ്ട് ഒരു ലൈറ്റ് വയലറ്റ് കളർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ലൊരു തിളങ്ങുന്ന ഒരു സക്കുലൻ്റ് ആണത്. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. കാരണം ഇത്രയും നമുക്ക് ഈസി ടു ഹാൻഡിലാണ്, ഈസി ടു കെയർ ആയ ഒരു പ്ലാന്റ് വേറെ ഉണ്ടാവത്തില്ല. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇവന്മാരെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ കാണിച്ചതിൻ്റെ ഏറ്റവും എൻ്റെ എഡ്ജിലായിട്ട് ഇങ്ങനെ പിങ്ക് കളർ ഡോട്ട് വരും. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇനി കാണിക്കുന്നത് ബബിള് പോലെ ഇരിക്കും, കുഞ്ഞൻ ബബിളായിട്ട് ഇങ്ങനെ അമ്പർല പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. അങ്ങനെ ഓരോ സക്കുലൻറ്റിനും ഓരോ രീതിയിലുള്ള ഭംഗിയാണ്. കാരണം അതിൻ്റെ വളർച്ചയിലായാലും അതിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റിലായാലും എല്ലാം ഓരോ ഭംഗിയാണ് ഓരോ സക്കുലൻറ്റ്. ഈ കാണിക്കുന്ന എല്ലാം ഡിഫറെൻറ്റ് സക്കുലൻ്റ് ആട്ടോ. ഇത് നല്ല മുന്തിരി, നമ്മുടെ പച്ചമുന്തിരി ഇല്ലേ, പച്ചമുന്തിരി കിടക്കുന്ന പോലെ കിടക്കും. കൊലകൊലയായിട്ട് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു സക്കുലൻ്റ് ആട്ടോ ഇത്. ഉള്ളു മൊത്തം വാട്ടറിയാണ്. അത് ഈ വാട്ടറി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ വെള്ളം നനയ്ക്കരുത്. ഇത് ജെയ്ഡ്, ഇച്ചിരിയുടെ വലിയ ലീഫ് വരുന്ന ജെയ്ഡാണ് ഇത്. അതുപോലെ തന്നെ ഈ കാണുന്ന എന്താണെന്നറിയാമോ, നമ്മുടെ വെൽവെറ്റ് തുണി പോലെ ഇരിക്കും അതിൻ്റെ ലീവ്സ്. നല്ല രസം ശരിക്കും. പിന്നെ സക്കുലൻറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ഒരു ലീഫ് ഇട്ടാൽ പോലും ഇത് എന്ത് ചെയ്യുമെന്നറിയാമോ, പുതിയ തൈ ഉണ്ടാകും. ഇത് കണ്ടോ, ഇത് നല്ല പച്ചമുന്തിരി പോലെ തന്നെ കൊലയായിട്ട് ഇരിക്കുന്നത് കണ്ടോ. ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാവാനും പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയത് ഉണ്ടാക്കാനും പറ്റിയത് ഒരു പ്ലാന്റ് ആട്ടോ ഈ സക്കുലൻ്റ് കാരിക്കസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ നമ്മുടെ 179 കോംബോയും 199 കോംബോയും നല്ല രീതിയിൽ സെയിൽ ആവുന്നത് കൊണ്ട് തന്നെ നമ്മളത് ഇന്നലെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം വേണ്ട എല്ലാവർക്കും അത് തരാട്ടോ. ഇത് റീസ്റ്റോക്ക് ചെയ്തത് എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ റീസ്റ്റോക്ക് ചെയ്ത നമ്മുടെ പ്ലാന്റ്സ് എപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവണോ അതുവരെ നിങ്ങൾക്ക് വേണ്ട അത്രയും പ്ലാന്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഇത് നല്ല ചെറുതായിട്ടിരിക്കുന്ന നമ്മുടെ ലോട്ടസ് പോലെ ഇരിക്കുന്ന ഒരു സക്കുലൻ്റ് ആണ്. നല്ല ഗ്രീൻ കളറാണ്. അതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ആ ലാസ്റ്റ് എൻഡ് പോർഷന് മാത്രം ഡോട്ട് റെഡ് കളർ വരും. ശരിക്കും പറഞ്ഞൊരു താമര വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നുന്ന ടൈപ്പിലുള്ള ഒരു സക്കുലൻ്റ്. അതിന് ബണ്ണിയുണ്ട്, ബണ്ണി ഇയർ ഉണ്ട്.
അത് നമ്മുടെ മൊയിലിൻ്റെ ചെവി പോലെ ഇരിക്കും രണ്ടിൻ്റെ, റാബിറ്റ് ഇയർ പോലെ. അതിൻ്റെ തന്നെ വെള്ള കുത്തു വരുന്നതുകൊണ്ട്, അതായത് മുള്ളിന് വെള്ള കളർ ഉള്ളതുകൊണ്ട് മുള്ളിന് മഞ്ഞ കളർ വരുന്ന കാറ്റ്കസ് ഉണ്ട്. സക്കുലൻ്റ് അല്ലാട്ടോ, അത് കാറ്റ്കസ് ആണ്. കണ്ടോ, ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഗ്രീൻ കളറിൽ വൈറ്റ് കുത്തു വരുന്ന ടൈപ്പുള്ളൊരു പ്ലാന്റ്. ഓരോ സക്കുലൻറ്റിനും ഓരോ രീതിയിലുള്ള ഭംഗിയാണ്. ഇത് കണ്ടു, ഇതിൻ്റെ മഞ്ഞയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വൈറ്റ് വരുന്നത് ബണ്ണീർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മുയലിൻ്റെ ചെവി പോലെ രണ്ട് സൈഡിലോട്ടും ഇയർ വരും. വരുന്നതിനെല്ലാം അങ്ങനെയാണ് വരുന്നത്. നമുക്കത് പിരിച്ച് മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മരം പോലെ ഇരിക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.